ലോക ഉപഭോക്തൃ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 15-നാണ്. എന്നാണ് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിനം? ഡിസംബർ 24. 1988 നിലവിൽ വന്ന ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ജസ്റ്റിസ് വി. ബാലകൃഷ്ണ യറാടി. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലെ പ്രസിഡന്റിൻ്റെയും അംഗങ്ങളുടെയും യോഗ്യതകൾ, കാലാവധി, നിയമനം, നീക്കം ചെയ്യൽ എന്നിവ നിശ്ചയിക്കുന്നത് ആര്? കേന്ദ്ര സർക്കാർ. 2020 ജൂലൈയിൽ നിലവിൽ വന്ന സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ ആദ്യ ചീഫ് കമ്മീഷണർ ആരാണ്? നിധി ഖരെ. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഉത്തരവിനെതിരെ പരാതിക്കാരന് എത്ര ദിവസത്തിനുള്ളിലാണ് അപ്പീൽ നൽകാവുന്നത്? 45 ദിവസം. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ സമർപ്പിക്കുന്ന എത്ര രൂപ വരെ മൂല്യം വരുന്ന ചരക്കുകളും സേവനങ്ങളുമായി സംബന്ധിച്ച പരാതികൾക്കാണ് ഫീസ് ഇല്ലാത്തത്? 5 ലക്ഷം രൂപ വരെ. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ സമർപ്പിക്കുന്ന 10 കോടി രൂപയ്ക്കുമേൽ മൂല്യം വരുന്ന ചരക്കുകളും സേവനങ്ങളുമായി സംബന്ധിച്ച പരാതികൾക്കുള്ള ഫീസ് എത്രയാണ്? 7500 രൂപ. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് പുറത്തുവച്ച് ഒരു കേസ് ഒത്തുതീർപ്പായാൽ അതിന്മേൽ അപ്പീൽ നൽകണമെങ്കിൽ എത്ര ദിവസങ്ങൾക്കുള്ളിൽ നൽകണം? അപ്പീൽ നൽകാനാവില്ല. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ ഏതു വകുപ്പാണ് സംസ്ഥാന കമ്മീഷനോ ദേശീയ കമ്മീഷനോ മുൻപാകെ സമർപ്പിച്ച ഒരു അപ്പീൽ കഴിയുന്നത്ര വേഗത്തിൽ കേൾക്കുകയും ലഭിച്ച് 90 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കാൻ ശ്രമിക്കേണ്ടതുമാണ് എന്ന് പ്രസ്താവിക്കുന്നത്? സെക്ഷൻ 52.